ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും നാം തേടുന്നത് സന്തോഷമാണ്, സമാധാനമാണ്, സ്വാതന്ത്ര്യമാണ്. എന്തു പേരിട്ട് വിളിച്ചാലും അത് കിട്ടിയാൽ എനിക്കൊന്ന് സ്വസ്ഥമായി ഇരിക്കുവാൻ കഴിയും, ഒന്ന് സമാധാനമായി ഒന്നുറങ്ങുവാൻ കഴിയും എന്ന ഒരു അറിവ് നാം അറിയാതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നാം ആഗ്രഹിക്കാറുണ്ട്. ധനം, അധികാരം, സമ്പത്ത്, സൗഹൃദങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ഒന്നിനു പുറകെ ഒന്നൊന്നായുള്ള ആഗ്രഹങ്ങളുടെ പുറമെ ഇന്നും നാം ഓടിക്കൊണ്ടിരിക്കുന്നത്? കാരണം നമ്മൾ എന്തെല്ലാം നേടിയാലും ആ പരിപൂർണമായ തൃപ്തി അനുഭവിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്നും വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം. ഒരുപാട് ആഡംബരമായ ജീവിത മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. എന്നിട്ടും എന്തിൻ്റെ ഒരു കുറവ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കുറവ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിൽ വലിയൊരു ദാഹമുണ്ടാക്കും. പരമമായ സത്യത്തെ അറിയുവാനുള്ള ദാഹം. ആ ദാഹം ഒരു വലിയ യോഗ്യതയാണ്. ജനക മഹാരാജാവിനെ പോലെ തിരക്കേറിയ ജീവിതത്തിൽ പണത്തിനും അധികാരത്തിനും ബാക്കിയുള്ള ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ മാത്രം തൽപരരായി ജീവിക്കുന്നവർക്ക് കേട്ടാൽ മനസ്സിലാക്കാവുന്ന ഒരു ജ്ഞാനമല്ല അഷ്ടാവക്രഗീതയെന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ഇന്ദ്രിയ സുഖങ്ങൾക്ക് അതീതമായി, ശരീര മനോബുദ്ധികൾക്കതീതമായി നമ്മുടെ ഉള്ളിലും പുറത്തും ഒരുപോലെ നിറഞ്ഞിരിക്കുന്ന ആ പരമമായ സത്യത്തെ ധ്യാനാത്മകമായ ബോധത്തോടും വളരെ ആദരവോടും കൂടി അന്വേഷിക്കുന്നവർക്കും ഗുരുപരമ്പരയുടെ അനുഗ്രഹമുള്ളവർക്കും മാത്രമാണ് അഷ്ടാവക്രഗീതയിലൂടെ പറയുന്ന ജ്ഞാനത്തെ സ്വീകരിക്കാനുള്ള യോഗ്യതയെന്ന് തിരിച്ചറിയുക. അഷ്ടാവക്രഗീതയുടെ ഒന്നാമത്തെ ഭാഗം കേൾക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അതൊന്ന് കേൾക്കുക. ജീവിതത്തിലെ എല്ലാവിധ രാജകീയ സൗഭാഗ്യങ്ങളും അധികാരവും കയ്യിലുള്ള ഒരു രാജാവാണ് ജനകൻ എന്നോർക്കണം. എന്നിട്ടും അദ്ദേഹം അഷ്ടാവക്രമുനിയുടെ സന്നിധിയിൽ എല്ലാവിധ ആദരവോടു കൂടിയും ശിഷ്യത്വ ഭാവത്തോടു കൂടിയും ആ മഹത്തായ ജ്ഞാനത്തിനു വേണ്ടി കാതോർത്തിരിക്കുകയാണ്. ശരീരത്തിൽ 8 വളവുകളുള്ള ബ്രഹ്മജ്ഞാനിയായ അഷ്ടാവക്രമുനിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കഥ ഇവിടെ പറയുകയാണ്. ഒന്നാമത്തെ സംഭവം നടക്കുന്നത് അഷ്ടാവക്രൻ ജനിക്കുന്നതിന് മുൻപാണ്. എന്നാൽ ഇത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ സംഭവിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് കഹോടൻ ഒരു വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഓരോ ദിവസവും വേദങ്ങൾ ചൊല്ലിയിരുന്നത് ഗർഭപാത്രത്തിലിരുന്നു കൊണ്ട് അഷ്ടാവക്രൻ ശ്രദ്ധിക്കുമായിരുന്നു. ഒരു ഗർഭപാത്രത്തിൽ നിന്നും ഇങ്ങനെയൊരു ശബ്ദം ഉയർന്നു വന്നു. ഇത് നിർത്തുക, ഇതെല്ലാം വിഡ്ഢിത്തരങ്ങളാണ്, ഇതിൽ യാതൊരു വിധത്തിലുള്ള വിവേകവുമില്ല, വെറും വാക്കുകളാണിവ, വെറും പദസഞ്ചയം മാത്രം. സഹജമായ ബോധം ഒരുവൻ്റെ ഉള്ളിൽ ഉള്ളതാണ്. സത്യം വാക്കുകളിൽ കണ്ടെത്താൻ കഴിയുമോ? സത്യം ഒരുവൻ്റെ ഉള്ളിൽ തന്നെയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പിതാവ് കുപിതനായി തീർന്നു. ഒന്നാമതായി അദ്ദേഹം ഒരു പിതാവായിരുന്നു, അതിനു പുറമെ ഒരു പണ്ഡിതനും. തൻ്റെ പുത്രനാണ് ഗർഭപാത്രത്തിൽ ഇരുന്നു കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഇനിയും ജനിച്ചിട്ട് പോലുമില്ലാത്ത പുത്രൻ. അദ്ദേഹം ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിച്ചു. അദ്ദേഹത്തിൽ തീ ആളിക്കത്തി. പണ്ഡിതനായ പിതാവിൻ്റെ അഹങ്കാരത്തിന് മുറിവേറ്റു. അദ്ദേഹം ഒരു വലിയ പണ്ഡിതനായിരുന്നു, ശാസ്ത്രഗ്രന്ഥങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ളവൻ. ആ ദേഷ്യത്തിൽ അദ്ദേഹം ജനിക്കാൻ പോകുന്ന മകനെ ശപിക്കുകയാണ്.
ജനിക്കുമ്പോൾ തന്നെ നീ അംഗഭംഗമുള്ളവനാകട്ടെ, അവൻ്റെ കൈകാലുകൾ 8 ഭാഗങ്ങളിലേക്ക് വളഞ്ഞു പോകട്ടെ എന്ന്. അങ്ങനെ അഷ്ടാവക്രൻ ശരീരത്തിൽ 8 വളവുകളോടുകൂടി ഭൂമിയിൽ അവതരിക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് അഷ്ടാവക്രൻ എന്ന് പേര് ലഭിച്ചത്. അഷ്ടാവക്രമുനിയുടെ പിതാവ് ഒരു പണ്ഡിതനായിരുന്നെങ്കിൽ മകനായ അഷ്ടാവക്രൻ ഒരു മഹാജ്ഞാനിയായിരുന്നു. ശാസ്ത്രങ്ങളിൽ നിന്നും നേടിയ പാണ്ഡിത്യത്തിന് എന്നും അഹന്തയുടെ ഭാരമുണ്ടാകും. എന്നാൽ ഒരു യഥാർത്ഥ ജ്ഞാനിയിൽ അഹന്തയുടെ ഭാരമുണ്ടാകില്ല. അതാണ് പണ്ഡിതനും ജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം. ഒരു മഹാജ്ഞാനി പരമാനന്ദത്തെ സദാ അനുഭവിക്കുകയാണ്. ജനക മഹാരാജാവും അഷ്ടാവക്രമുനിയും തമ്മിലുള്ള ജ്ഞാനസംവാദം തുടരുകയാണ്. ജനക മഹാരാജാവ് അഷ്ടാവക്രമുനിയോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ആ മഹത്തായ ജ്ഞാനം നേടുന്നത്? എങ്ങനെയാണ് മുക്തി ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഫ്രീഡം ഉണ്ടാകുന്നത്? ദയവായി അങ്ങെനിക്ക് ഉപദേശിച്ചു തന്നാലും. ബ്രഹ്മജ്ഞാനിയായ അഷ്ടാവക്രമുനി പറയുകയാണ്, മകനെ, നീ മുക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിഷയങ്ങളെ വിഷത്തെ എന്ന പോലെ ഉപേക്ഷിച്ചിട്ട് ക്ഷമ, ആർജവം, ദയ, സന്തോഷം, സത്യം എന്നിവയെ അമൃതിനെ പോലെ സേവിക്കുക. ആ മഹാഗുരുവിൻ്റെ വാക്കുകൾ നാം നന്നായി മനനം ചെയ്യേണ്ടതുണ്ട്. നാം ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഈ ലോകത്തെ അനുഭവിക്കുന്നത്. ഇന്ദ്രിയങ്ങളിലൂടെ നാം അനുഭവിക്കുന്ന താൽക്കാലിക സുഖങ്ങളെയാണ് വിഷയസുഖം എന്ന് അഷ്ടാവക്രമുനി പറഞ്ഞത്. ആ വിഷയസുഖത്തെ വിഷം പോലെ ഒരു സത്യാന്വേഷണി കാണേണ്ടതുണ്ട്. ഇന്ദ്രിയങ്ങളിലൂടെ നാം അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും വെറും താൽക്കാലികം മാത്രമാണ്. ഒരു സത്യാന്വേഷണി ജീവിതത്തിൽ തീർച്ചയായും നേടേണ്ട, പരിശീലിക്കേണ്ട ചില കാര്യങ്ങളും അഷ്ടാവക്രമുനി നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ക്ഷമയാണ്. ക്ഷമിക്കുവാനുള്ള ഒരു കല നമുക്കുണ്ടാവണം. നമ്മൾ ഒരാളോട് ദേഷ്യപ്പെടുമ്പോൾ, മൂർച്ചയേറിയ വാക്കുകൾ പറയുമ്പോൾ, ഒരു ആയുധം പോലെ അത് മറ്റുള്ളവരെയും നമ്മളെയും ഒരുപോലെ മുറിവേൽപ്പിക്കുകയാണ്. ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആദ്യം നമ്മളിലേക്ക് കടന്നു വരുന്നത് അസ്വസ്ഥതയായിരിക്കും. പലപ്പോഴും ആ അസ്വസ്ഥതയിൽ നിന്നുള്ള പെട്ടെന്നുള്ള ഒരു ഇടപെടലാണ് ദേഷ്യം. ഉള്ളിലുണ്ടായ ആ ഒരു അസ്വസ്ഥതയെ ഒന്ന് സാക്ഷിഭാവത്തോട് നോക്കിക്കാണാൻ കഴിഞ്ഞാൽ ശാന്തമായ ഒരു ഭാവം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ജീവിതത്തെ താളാത്മകതയോടെ ശാന്തസുന്ദരമായി അനുഭവിക്കണമെങ്കിൽ ക്ഷമ എന്ന കല നാം നേടേണ്ടതുണ്ട്. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് ആർജവമാണ്. എന്തിനു വേണ്ടിയുള്ള ആർജവമാണ് നമുക്കാവശ്യം? ഇന്ദ്രിയ വിഷയങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ മലിനമാകാതെ നമ്മുടെ ബോധത്തോട് ചേർത്ത് വെക്കുന്ന, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു ജീവിതത്തിനായി വിവേകപൂർണമായ ഒരു സമീപനമാണ് നമ്മൾ നേടിയെടുക്കേണ്ടതായ ആർജവം. മൂന്നാമതായി അദ്ദേഹം പറയുന്നത് ദയ ഉണ്ടാവണം എന്നാണ്, കരുണയുണ്ടാവണം എന്നാണ്. ഈ പ്രപഞ്ചത്തിലെ സർവ ജീവജാലങ്ങളും നമ്മുടെ തന്നെ ഭാഗമാണെന്ന്, ഒരേ ഒരു ചൈതന്യത്തിൻ്റെ തന്നെ ഭാഗമാണെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ്, നാം അനുഭവിക്കുമ്പോഴാണ് ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാതിരിക്കാനുള്ള കരുണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. നാലാമതായി അദ്ദേഹം പറയുന്നത് സന്തോഷമാണ്. ഈ മഹത്തായ മനുഷ്യജന്മം കിട്ടിയതിൽ നാം സന്തോഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്മയെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കാതെ ഉള്ളതിനെക്കുറിച്ച് ഓർത്ത് നന്ദി പറയുന്ന ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുന്നത് നമുക്ക്
കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് എന്താണ് ഉള്ളതെന്ന് നോക്കൂ. സംതൃപ്തി എന്നാൽ അതാണ്. അവസാനമായി അദ്ദേഹം പറഞ്ഞത് സത്യത്തെപ്പറ്റിയാണ്. സത്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും താൽക്കാലികമാണെന്നുള്ള സത്യം നാം തിരിച്ചറിയണം. ശരീരം, മനസ്സ് ഇതൊന്നും സത്യമല്ല, ഇതൊന്നും നിത്യമല്ല. നിത്യമായ ഒരു സത്യം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ സത്യത്തെ സാക്ഷാത്കരിക്കുമ്പോൾ നമ്മുടെ ജീവിതം പരമാനന്ദത്തിൽ നിറയും. ആ പരമമായ ആനന്ദത്തിൽ ജീവിക്കുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അങ്ങേയറ്റം മൂല്യവത്തായൊരു രഹസ്യ താക്കോലാണ് അഷ്ടാവക്ര ഗീത നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത്. ജനക മഹാരാജാവും അഷ്ടാവക്രമുനിയും തമ്മിലുള്ള ജ്ഞാനസമ്പാദത്തിനായി കാത്തിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. കേട്ട കാര്യങ്ങൾ നന്നായി മനനം ചെയ്യുക. അല്പസമയം കണ്ണുകൾ അടച്ചു തന്നെ ഇരിക്കുക.